എന്നതാ പട്ടണത്തിൽ നിന്ന് ഇന്നലെ ജോലി അന്വേഷിച്ച് വന്നിരുന്നപ്പോ ഇവിടെ വന്ന ആ കട്ടളയുടെ അളവെടുത്ത് തന്നാല് 500 രൂപ തരാന്ന് പറഞ്ഞ് അളക്കാനൊരു ടേപ്പ് തന്ന് വിട്ടതാ ഒരുത്തരങ്ങ്. ഞാനല്ല ഗോപാലൻ, ചമച്ചയാണ്. ഞാനല്ല ഗോപാലൻ. നീ തന്നെയാണ് കട്ടള ഗോപാലൻ. നീ നടിച്ചത് പോയ 15 ലിറ്റർ സ്പിരിറ്റ് എവിടെയാണ്? സത്യം പറഞ്ഞെങ്കിൽ ഒറ്റയടിക്ക് നിന്റെ കട്ടള ഞാൻ നടക്കും. അയ്യേ, അതിനെവിടെ കട്ടെന്നാണ് പറയുന്നത്? എന്റെ 3 കട്ടളയാണ് നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. എന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തടാ? പുതിയ കട്ടളുണ്ടല്ലോ, അതും ഗോപാലൻ കൊണ്ടുപോയി. തന്റെ വ്യക്തികട്ടള ഇത് ഞാൻ കൊണ്ടുപോകും. തടവരുത് ഗോപാലൻ. എന്റെ ഈശ്വര, എന്റെ വീടിൽ പണിയില്ലാത്ത വീടായല്ലോ. അയച്ചോ, ഞാൻ പറഞ്ഞില്ല ഞാൻ ഗോപാലനല്ലെന്ന്. പിന്നെ ആരാണ് ഈ ഗോപാലൻ? തടി പോയല്ലോ ഗോപാല. നിലമ്പൂര് കൂപ്പിന്ന് 6 ആന പിടിച്ചു കൊണ്ടുവന്നല്ല അസല് തേക്കിന്റെ കട്ടളയാ. കാശന് 6 ആന കൂപ്പ് ഗോപാൽ. അല്ല, അടുത്ത് ഉൾപ്പെടെ എന്തായിരിക്കും? നല്ലതെന്ന് കണ്ടുവച്ചിട്ടുണ്ടാ. എനിക്ക് ഓർഡർ പിടിക്കാനാണേ. തൽക്കാലം എന്നെ ഒന്നും പിടിക്കണ്ട. ഈ ഊഞ്ഞാലടിക്കാൻ വിടുക. ഗ്രാമക്കാര് വല്ലാണ്ട് ഉണർന്നു. എന്റെ ഗോപാല, നീ അങ്ങനെ പറയല്ലേ? ഇവിടെ നമ്മളൊന്നും നന്നായിട്ടൊരു കാര്യമൊന്നുമില്ല. ഇതാണ് നന്നാവൂല. അതുവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാല്ലേ? ഇല്ല ഭാസ്കരൻ, ഇങ്ങനെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ നക്കാപ്പിച്ച മോഷണം കൊണ്ട് എന്ത് കിട്ടാണ്? ഇതൊക്കെ എന്റെ ഒരു തമാശയാണ്. കട്ട്ല മോട്ടിച്ചാലും ബാങ്ക് കൊള്ളടിച്ചാലൊക്കെ പേരൊന്നും ഇല്ല. കാണാൻ അപ്പൊ നീ ബാങ്കോളിലേക്ക് പോയാ? ആ നോക്കണം. എന്റെ ജീവിതത്തിനൊരു വലിയ ലക്ഷ്യമുണ്ട് ഭാസ്കരൻ. കാശന് കാശന് അവനാണ് ഗോപാലൻ. പിടിക്കവനെ. ഈശ്വര ഗോപാലൻ ഞാൻ
അതെ ഭാസ്കരേട്ട ഒന്ന് കൊടുക്കൂ. ഓ ഇനി കൊടുത്ത് അങ്ങനെ ചത്തു. ആരാ വാസുകി? നിങ്ങളുടെ കാലൻ ഗോപാലൻ. ആഹാ ഇതാ. ആഹാ നീയാ എവിടെന്നാടാ? എന്താ ചേട്ടാ കേക്കണേ? എന്താ പറ്റിയേ? കിടത്തുണ്ട് തൊണ്ടി മുതൽ അവന്മാര് കൊണ്ടുപോയി. ആളുകൾ കൈവച്ചെന്റെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം ഉപയോഗശൂന്യമാക്കി. പോരാത്തതിന് കാണുന്ന പേരും. ചേട്ടൻ ഒരു വാക്ക് അവരോട് പറയാറില്ലേ? ഞാനല്ല ഇത് ചെയ്തത്, എനിക്ക് അതിനകത്തൊരു പങ്കുമില്ല, ഞാനൊരു പാവം നിരപരാധിയാണെന്നൊക്കെ. പിന്നെ വാതോർന്ന് എന്റെ അമ്മേന്ന് വിളിക്കാൻ അവന്മാർ സമ്മതിച്ചില്ല. പിന്നീട് നീ പറഞ്ഞ ഇത്ര വലിയ ഡയലോഗ് ഒന്ന് പറയാത്ത. ഷോ കഷ്ടായി പോയി. പിന്നെ ഭാസ്കരേട്ടോ, അതെ ഞാനിവിടെ വല്ലാത്തൊരവസ്ഥയിലാണേ. പിന്നെ ആ കട്ടിലയുടെ കാശ് എനിക്ക് മണി ഓർഡർ ആയിട്ട് അയച്ചു തരാൻ പറ്റുമോ? പിന്നെന്താ, നീ പെട്ടെന്ന് അഡ്രസ് പറ. മണി ഓർഡർ ആക്കണ്ട, ഞാനിവിടുന്ന് കുറച്ച് ആളുകളെ കാണുവിടാം. അവിടെ തന്നെ നിന്നോളാം, എങ്ങും പോകരുത്. അഡ്രസ് പറ, അഡ്രസ് പറ. പേരെടുക്ക് ഗോപാലത്തേണ്ടിയ വീട്ടില്ല ഞാനവനെ. ഹലോ ഹലോ, പണി പാലിയ പാല് നോക്കാണ്ട് പാല് തുടങ്ങണോ? മുടങ്ങാണ്ട് സ്റ്റേഷനിൽ പോയി ഒപ്പിടാനുള്ളതാ. നന്ദിയില്ലാത്തവൻ എന്നെ കൊലക്ക് കൊടുക്കാൻ അഡ്രസ് ചോദിച്ചത്. ആ കാശും പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഈശ്വരാ? ഇനി ഇരിക്കാൻ നേരം കിട്ടിയെന്നാണ് സ്വാമി പറയുന്നത്. അത്രയ്ക്ക് ബെസ്റ്റ് ടൈമാ വരാൻ പോണത്. ഇഷ്ടമുള്ളൊരു കിളിയെ മനസ്സിൽ വിചാരിക്കൂ. വിചാരിച്ചു. എന്ത് കിളിയാ? ഈ കിളി